വയനാട് പനമരം പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായി. LDF ഇട്ട സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് UDF-ന് പിന്തുണ നൽകി. 11ാം വാർഡ് അംഗം ബെന്നി ചെറിയാനാണ് തൃണമൂലിൽ ചേർന്ന് UDF-ന് വോട്ട് ചെയ്തത്. തൃണമൂൽ പിന്തുണയിൽ UDF ഭരണം പിടിക്കുന്ന ആദ്യ പഞ്ചായത്തായി പനമരം. അനീസ് അലി വിവരങ്ങളുമായി ചേരുന്നു. അനീസ്, UDF-ലേക്കുള്ള PV അൻവറിന്റെ ചുവടുവയ്പിൽ ഒരു ചുവട് കൂടി മുന്നിൽ എന്ന് പറയാമോ? അപ്പോൾ തീർച്ചയായും PV അൻവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയായിരുന്നു. ഇന്നലെ അദ്ദേഹം പനമരത്തുണ്ടായിരുന്നു. അതിനുശേഷം തൃണമൂലിൽ അംഗത്വം എടുത്തിട്ടുള്ള ബെന്നി ചെറിയാൻ എന്ന് പറയുന്ന LDF ബാനറിൽ വിജയിച്ചിട്ടുള്ള അംഗമാണ് ഇപ്പോൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളത്. ബെന്നി ചെറിയാൻ ഇന്ന് രാവിലെ നമ്മോട് പറഞ്ഞിരുന്നു UDF-നാണ് ആ വോട്ട് ചെയ്യുന്നത്, അത് PV അൻവറിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്യുന്നത് എന്ന്. 11-11-1 ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ കക്ഷിനില ഉണ്ടായിരുന്നത്. 11 അംഗങ്ങൾ UDF-നും 11 അംഗങ്ങൾ LDF-നും ഒരംഗം BJP-ക്കുമായിരുന്നു. അതിൽ BJP അംഗം വിട്ടുനിൽക്കുകയും LDF ബാനറിൽ വിജയിച്ച, അതായത് JDS-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ബെന്നി ചെറിയാൻ ഇപ്പോൾ PV അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. പഞ്ചായത്ത് PM ആസിയ ഇവിടെ പഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്നു. അവരെ നേരത്തെ അവിശ്വാസ പ്രമേയത്തിൽ പുറത്താക്കിയിരുന്നു. അതും ബെന്നി ചെറിയാൻ തന്നെയാണ് അന്നും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തത്. എന്തായാലും ഇവിടെ പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ്. എല്ലാവരും ഇവിടെ തടിച്ചുകൂടി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ്. എന്താണ്, വലിയ സന്തോഷമുണ്ടോ? വലിയ സന്തോഷം. UDF-ന് പിന്തുണക്കാൻ ഇപ്പോ ലക്ഷ്മിയാണ് പ്രസിഡന്റ് ആവുന്നത്. ഏതായാലും UDF പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിലാണ്. ലക്ഷ്മി മുസ്ലിം ലീഗ് മെമ്പറാണ്. മുസ്ലിം ലീഗിന്റെ 22ാം വാർഡിലെ മെമ്പറാണ് ലക്ഷ്മി. അവരാണിപ്പോൾ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നത്. ഏതായാലും വലിയ സന്തോഷം UDF പ്രവർത്തകർ ഇവിടെ പങ്കുവെക്കുകയാണ്. വലിയ നാടകീയമായിരുന്നു. ആദ്യം അവിശ്വാസ പ്രമേയം വന്നു, പിന്നെ ഇന്നലെ UDF പ്രവർത്തകർ ഇവിടെ വിജയിക്കും എന്ന പ്രതീക്ഷയിൽ എത്തിയിരുന്നെങ്കിൽ പോലും കോറം തികയാത്തതിനെ തുടർന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ വോട്ട് ചെയ്ത് ഭരണം പിടിച്ചിരിക്കുന്നത്. ഏതായാലും പനമരം പഞ്ചായത്ത് ഇതുവരെയും LDF ഭരിച്ചിരുന്നൊരു പഞ്ചായത്താണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു അംഗം കൂടി UDF-ന് പിന്തുണച്ചതോടെ ഈ LDF-ന് ഇപ്പോൾ ഭരണനഷ്ടം ഉണ്ടായിരിക്കുന്നു. UDF ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ PV അൻവർ നിർദ്ദേശിച്ചു എന്നാണ് LDF ബാനറിൽ വിജയിച്ച, JDS-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ബെന്നി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവിടെ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ വ്യക്തിക്കാണ്, മുസ്ലിം ലീഗിന്റെ മെമ്പർക്കാണ് പ്രസിഡന്റ് സ്ഥാനം തീരുമാനിച്ചിരുന്നത്. 6 അംഗങ്ങൾ മുസ്ലിം ലീഗിനും 5 അംഗങ്ങൾ കോൺഗ്രസിനും, അങ്ങനെ 11 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 6 അംഗങ്ങളുള്ള മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം നൽകും എന്ന് തത്വത്തിൽ നേരത്തെ തീരുമാനമായിരുന്നു. അതിനിടയിൽ 3 വനിതാ സംവരണം കൂടിയാണ്. അതുകൊണ്ട് 3 അംഗങ്ങളാണ് മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ആയിഷയാണ്, മറ്റൊന്ന് അസീനയാണ്, മറ്റൊന്ന് ലക്ഷ്മിയാണ്. ലക്ഷ്മി ആലക്കാമുറ്റത്തെ ഇപ്പോൾ പ്രസിഡന്റായി അംഗങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്നു. 12 വോട്ടുകൾ ലക്ഷ്മി ആലക്കാമുറ്റത്തിന് ലഭിച്ചിരിക്കുന്നു. 10 വോട്ടാണ് LDF-ന് ലഭിച്ചിട്ടുള്ളത്. BJP-യുടെ ഒരംഗം തുഷാർ, അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇങ്ങനെ 12-10 എന്ന നിലയിൽ കൃത്യമായ മാർജിനിൽ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പഞ്ചായത്ത് ഭരണം പിടിച്ചതിന്റെ ആവേശത്തിലാണ് UDF പ്രവർത്തകർ. ഈ ബെന്നി ചെറിയാനാണ് ഒരു നിർണായക ശക്തിയായത് എന്ന് പറയാം. കാരണം ബെന്നി ചെറിയാൻ LDF-ലായിരിക്കെ തന്നെ, JDS-ന്റെ അംഗമായിരിക്കെ തന്നെ ഈ പഞ്ചായത്തിൽ കെടുകാര്യസ്ഥതയും അഴിമതിയും നടക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കുടിൽ കെട്ടി സമരം നടത്തിയിരുന്നു. അതിനിടയിൽ പിന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതേ തുടർന്ന് പിന്നീട് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ UDF-നെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്തതോടുകൂടി PM ആസിയ എന്ന പഞ്ചായത്ത് പ്രസിഡന്റിന് ഭരണമാറ്റമുണ്ടായി. അവർ കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. CPM-ന് ഭരണം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഉണ്ടാവുന്ന ഈ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത്, ഈ പനമരം ടൗണിൽ നിൽക്കുന്നതിനിടെ ബെന്നി ചെറിയാനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു. പോലീസ് അതിൽ കേസെടുത്തതിൽ വ്യക്തമായി DYFI CPM പ്രവർത്തകരാണ് മർദ്ദിച്ചത് എന്നാണ് പോലീസിന്റെ FIR-ലുള്ളത്. എന്തായാലും അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതാണ്. അത് PV അൻവറിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് അദ്ദേഹം UDF-ന് വോട്ട് കൂടി ചെയ്തിരിക്കുന്നു. ഇതോടെ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. UDF പനമരം പഞ്ചായത്ത് ഇനി ഭരിക്കും. കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, മാസങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. LDF ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ ഇപ്പോൾ UDF ഭരിക്കും. 22ാം വാർഡ് അംഗമായിട്ടുള്ള ലക്ഷ്മി ആലക്കാമുറ്റം LDF-ന് ഭരണം പോയി UDF പഞ്ചായത്ത് പ്രസിഡന്റായി എന്നതിനേക്കാൾ അപ്പുറം അതിലെ ഒരു അംഗം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. അൻവർ ഒരംഗത്തെ തൃണമൂൽ കോൺഗ്രസിൽ കൊണ്ടുവന്നതിലൂടെയാണ് ഈ അട്ടിമറി ഉണ്ടായത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, UDF പ്രവേശനം കാത്തു നിൽക്കുന്ന അൻവറിന് തന്റെ വഴി എളുപ്പമാക്കുന്ന ഒന്നായി മാറി
പനമരം. പ്രത്യേകിച്ചും വന്യജീവി ആക്രമണം ഏറ്റവും കൂടുതൽ ശക്തമായ വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിൽ നിന്ന് ഒരംഗത്തെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം UDF-ലേക്കുള്ള തന്റെ വഴി എളുപ്പമാക്കി. പനമരം പഞ്ചായത്തിൽ അട്ടിമറി ഒരു അൻവർ എഫക്റ്റായി മാറി എന്ന് തീർച്ചയായിട്ടും